നമസ്കാരം. ഫുഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റെസ്റ്റോറൻ്റാണ്. അൽ ഇബ്രാഹിമി എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ആലപ്പുഴ ജില്ലയിൽ അരൂക്കുറ്റി വടുതലയിലാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇവിടെ മെയിനായിട്ടും അറബിക് ഫുഡാണ്. കാരണം ഇവിടുത്തെ ഷെഫ് ഒരു 12 വർഷത്തോളം പുറത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ അറേബ്യൻ ഫുഡാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇത് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. എൻ്റെ പേര് ഇസ്മായിൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മന്തിയാണ്. 22-23 കിലോത്തോളമാണ് ഉണ്ടാക്കുന്നത്. 25 കിലോ കപ്പാസിറ്റിയുള്ള കോഴിയാണ്. എന്നാലും നമ്മൾ 22-23 അതിൽ മേലേക്ക് വെക്കില്ല. അത് പിന്നെ ഇത് ഉച്ചക്കലത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള ഇപ്പോൾ വെക്കുകയാണ്. ഇതിന് ബാക്കി വൈകുന്നേരത്തെ സെക്ഷൻ രണ്ടാമത് വേറെ ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് 2 പാക്കറ്റ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മട്ടൻ്റെ നെയ്യാണ്. മട്ടൻ്റെ നെയ്യ് നമ്മൾ ചെറുതായിട്ട് എടുത്തതാണ്. ചോപ്പർ ചെയ്തെടുത്ത മട്ടൻ നെയ്യ് ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ വെളുത്തുള്ളിയാണ്. വെള്ളുള്ളി ഇങ്ങനെ ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടുക. അപ്പോൾ വെള്ളുള്ളിയും കൂടി ഇതിലേക്കൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴുള്ള സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. മെയിനായിട്ട് മന്തിയിൽ വെള്ളുള്ളിയാണ് ഈ മുന്തി നിൽക്കേണ്ടത്. ഉള്ളിൽ ആ ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും മന്തിക്ക്. ഈ മട്ടൻ്റെ നെയ്യ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവറിൻ്റെ ഉപയോഗം കുറച്ചേക്കുന്നത്. സൺഫ്ലവർ 2 പാക്കറ്റിൽ നിർത്തി. അല്ലെങ്കിൽ സൺഫ്ലവർ ഒരു 3.5 പാക്കറ്റ് 4 പാക്കറ്റുകൾ നമ്മൾ ഒഴിക്കണം. 5 കിലോത്തിന് 1 കിലോ സൺഫ്ലവർ എന്നുള്ള ഇതിലാണ് ഒരു പാക്കറ്റ്. 1 കിലോ ഉണ്ടാവില്ല, 800 ml ആണ് ഇപ്പോൾ വരുന്നത് സൺഫ്ലവർ. സവാളയാണ്. അപ്പോൾ നമ്മുടെ സവാള ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മസാല ഇടുന്നതാണ്. മസാല ഇതിലേക്കുള്ള മസാലയാണ് ഈ മല്ലിയുണ്ട്, അതുപോലെ നല്ല ജീരകമുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, അതുപോലെ ഡ്രൈ ലെമൺ, അങ്ങനെയുള്ള കുറച്ച് മസാലകളാണ്. അത് ഇതിലേക്ക് ഇടുകയാണ്. മസാല തന്നെ അതിലിട്ടുന്ന ഈ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെയുള്ള സ്മെല്ല് വല്ലാത്ത നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. മെയിനായിട്ട് മന്തിയിലേക്ക് വരുന്ന തന്നെ മന്തി പൊട്ടിക്കുമ്പോഴുള്ള സ്മെല്ലാണ് നമുക്ക് കിട്ടേണ്ടത്. ആ സ്മെല്ലും ആ ഒരു ടേസ്റ്റും എല്ലാം ഈ മട്ടൻ്റെ നെയ്യും അതുപോലെ തന്നെ ഈ നമ്മുടെ വെള്ളുള്ളി ഇതിലേക്ക് ഇട്ട് ഈ ഫ്രൈ ചെയ്തതോടുകൂടി തന്നെ ആ സ്മെല്ലും ടേസ്റ്റും പോകുന്നു കഴിഞ്ഞ്. ക്യാപ്സിക്കം, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വെള്ളുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഏലക്കയും കൂടെ ഇട്ടിട്ട് അടിച്ച് പേസ്റ്റാക്കി വെച്ചേക്കണ ഇതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാല ഇപ്പോൾ ഒഴിച്ച ഈ പേസ്റ്റാക്കി വെച്ചേക്കണ മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇടത്തേക്കുന്ന അരിയുടെ 1.5 ഇരട്ടി. കാരണം നമ്മൾ അരി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേക്കാണ്. ഈ അരിയെന്ന് വെച്ചാൽ നമ്മളെ ഗോൾഡൻ സല്യാണ്, ഇന്ത്യ ഗേറ്റ് ഗോൾഡൻ സല്യാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈ 3 മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന അരിയാണ്, കുതിർത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് അത് നമ്മൾ ഇടുമ്പോൾ കുതിർത്തി വെച്ചതിൻ്റെ പേരിൽ നമ്മൾ ഒരു പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളം എന്നുള്ള ഇതിലേക്ക് ഒഴിക്കുന്നതാണ്. വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മന്തിയുടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഴി കത്തിച്ചിടും. കാരണം വെച്ചാൽ കുഴിയുടെ ചുറ്റുപാടും ഈ ചൂടൊക്കെ ഒന്ന് പിടിക്കാനും എടുക്കാനും മറ്റേ ഒന്ന് കനലായി കിട്ടാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടുത്തെ മന്തിക്കുഴി എന്ന് വെച്ചാൽ റെഡിമെയ്ഡ് കുഴിയാണ് കേട്ടോ. സാധാരണ മറ്റേ കുഴി ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയുണ്ട്, കട്ടയൊക്കെ കെട്ടിയിട്ട്. അതല്ല, ഇത് നമ്മൾ റെഡിമെയ്ഡ് കുഴി വാങ്ങിയതാണ്. അത് ഇറക്കിയേക്കണം. കാരണം ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ചൂടൊക്കെ ഈ മന്തി റൈസ് റെഡിയായി വരുന്നതോടുകൂടി തന്നെ നമ്മുടെ മന്തിയുടെ ഈ കനവും ഈ കുഴിയുടെ ചൂടെല്ലാം റെഡിയായി വരും. അല്ല കത്തിച്ച ഉടനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ ചെമ്പിൽ കയറി റൈസ് പിടിക്കുക. റൈസ് ഒരുപാട് നമുക്ക് വേസ്റ്റായി പോകും. ഇത് വേസ്റ്റായി പോകുന്ന വിഷയം വരുന്നില്ല. ഇത് നമ്മൾ നേരത്തെ കത്തിച്ചിട്ട് ആ ചൂട് ഇതിൽ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സൈഡിലുള്ള ചൂടിൻ്റെ ഇത് ശക്തി കുറയും.
അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള അരി വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് റൈസ് ഇടാൻ പോയാണ് കേട്ടോ. നമ്മളെ അസിസ്റ്റൻറ്റ് ചോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അരി ഏതാണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. അരിയിട്ട് ഏതാണ്ടൊക്കെ ഉപ്പെല്ലാം കറക്റ്റായി. ഇനി അമ്മ ഇതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളി, കുറച്ച് വട്ട വരുന്നത്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പച്ചമുളക്. അത് ഇതിലേക്ക് അരി ഇട്ടതിന് ശേഷം ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് വിനാഗിരി, ഉപ്പ്, മഞ്ഞപ്പൊടി എല്ലാം വെള്ളത്തിലിട്ട് വെച്ചൊക്കെയായിരിക്കുന്നു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചു. അതെടുത്ത് ഇപ്പോൾ വെള്ളം കളഞ്ഞ് ഊറ്റി അത് ഫ്രഷായിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മന്തിയുടെ മസാല ഇടാൻ പോവുകയാണ്. മന്തി മസാല ഞങ്ങൾ സ്പെഷ്യലായിട്ട് റെഡിയാക്കി കൂട്ടി ചെയ്ത് വെച്ചങ്ങനെ മസാലയാണ്. അത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മൊത്തം ഒന്ന് തേച്ച് മൊത്തം പിടിപ്പിക്കുക ഇതിലെല്ലാം. തിളച്ച് അതൊക്കെ റെഡിയായിട്ടുണ്ട്, റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ തന്നെ നമ്മളവിടെ ചിക്കൻ മസാല ഇട്ട് എല്ലാം റെഡിയാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി ഇത് തിളച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുഴിയിലേക്ക് ഇറക്കാവുന്നതാണ്. ഏകദേശം നമ്മുടെ അരി നന്നായിട്ട് തിളച്ച് വന്നു. അതോടുകൂടി ഞാൻ തീ കുറച്ച് വെച്ചു. കാരണം ചൂട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അരി ഇത് വല്ലാതെ ഇതായി പോകും. അപ്പോൾ ഇനി ഒരു 3-4 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെക്കും. അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല ഇട്ട് വെച്ചങ്ങനെ ചിക്കൻ കുഴിയിൽ ഇറക്കിയ ശേഷം ഇതിൻ്റെ മേലേക്ക് ഇറക്കി വെച്ച് റെഡിയാക്കി വെക്കുന്നതാണ്. ഒരു 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ നിന്നോട്ടെ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ ആ ഗ്രില്ലിലേക്ക് മാറ്റിയാണ്. മന്തിക്കുഴിയിലേക്ക് ഇറക്കാനുള്ള, മന്തിയുടെ റൈസിൻ്റെ മേലെ വെക്കാനുള്ള ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിലേക്ക് ചിക്കൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മസാല ഇട്ട് നേരത്തെ മസാല ഇട്ട് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നേരെ ഗ്രില്ലിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡിയാകുന്നതോടുകൂടി അവിടെ റൈസും റെഡി ആയിട്ടുണ്ടാവും. ഗ്രില്ലിലേക്ക് കറക്റ്റായിട്ട് അടുക്കി വെക്കുക. ചെസ്റ്റ് പീസിൻ്റെ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ, ലെഗ് ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ വെച്ചേക്കുക. കാരണം ചെസ്റ്റ് പീസിനാണ് വേവ് കൂടുതൽ വരുന്നത്, അതുകൊണ്ടാണ് ചൂട് കൂടുതൽ അടിക്കേണ്ടത്. അതിനാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഈ അൽഫാം മന്തിയും ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴിമന്തി കുറച്ചുകൊണ്ട് അൽഫാം മന്തിയുമാണ് പോകുന്നത് കൂടുതലും. അപ്പോൾ അൽഫാം മന്തിയും വെക്കുന്നുണ്ട്. ഉച്ച മുതൽ അൽഫാം മന്തിയും ഞങ്ങളുടെ അവൈലബിളാണ്. നമ്മുടെ റൈസ് ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇറക്കാനുള്ള. ഇനി ഇതിലേക്ക് 2-3 ഐറ്റംസ് കൂടെ ഇടുന്നുണ്ട്. നമ്മളൊരു 5 കിലോ റൈസിന് ഒരു പാക്കറ്റ് പാല്, അതായത് 1/2 ലിറ്റർ പാല് എന്നുള്ള നിലയിൽ ഒരു 4 പാക്കറ്റ് പാലും കൂടി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പാല് ഒഴിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ റൈസ് അത്ര ഈ ഹാർഡായി പോവില്ല, ഒന്ന് ഒരുവിധം സ്മൂത്തായും കിട്ടും. പിന്നെ അതുകൂടാതെ ഒരുവിധം റൈസിന് ഈ ഭയങ്കര ഈ ഡാർക്ക് കളറിലേക്ക് റൈസ് പോയേയില്ല. അതാണ് ഈ പാൽ ഒഴിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇടിയാണ്. പഞ്ചസാര ഇടുന്നതുകൊണ്ടുള്ള ഉപകാരം റൈസ് ഒന്നിനോട് ഒട്ടിപ്പിടിക്കുകയില്ല. അങ്ങനെയുണ്ട് ഒരു ഉപകാരം. അധികം ഇടണ്ട, കുറച്ച് പഞ്ചസാര ഇടുക. ഗ്യാസ് ഇറക്കുന്നതിന് മുമ്പായിട്ട് മേലായിട്ട് കുറച്ച് ഗ്രാമ്പ് തൂളിക്കൊടുക്കുക. ഗ്രാമ്പ് തൂളിക്കൊടുക്കുന്നതുകൊണ്ട് ആ ചിക്കനിലേക്ക് ഇതിൻ്റെ ഈ ഗ്രാമ്പിൻ്റെ സ്മെല്ല് പിടിക്കും, റൈസിലേക്ക് പിടിക്കും. ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ റൈസ് കുഴിയിലേക്ക് ഇറക്കാൻ പോയാണ്ടോ, ഏതാണ്ടൊക്കെ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ റൈസ് കുഴിയിലേക്ക് ഇറക്കാൻ പോയാണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് ചോട്ടും കൂടിയാണ്. പിടിച്ചോ ചോട്ടു. അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റൈസ് കുഴിയിലേക്ക് ഇറക്കി. അപ്പോൾ നമ്മളിത് ഇത് റൈസിൻ്റെ മേലിലേക്ക് ഗ്രില്ലിലാക്കിയ ചിക്കൻ വെക്കുകയാണ് കേട്ടോ. മസാലയൊക്കെ ഇട്ട് വെച്ച് റെഡിയാക്കി റെഡിയാക്കി വെച്ച് ചിക്കൻ ഇതേ ഗ്രില്ല് അതേപോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതേ കുഴി മൂടാൻ പോയാണ് കേട്ടോ. കുഴി ഇത് മൂടാൻ പോയാണ്.
ഇതിന് 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ. 2 മണിക്കൂർ വെച്ചാൽ ചിക്കൻ നല്ല അടിപൊളി സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ചിലർ 1.25 മണിക്കൂറിനൊക്കെ പൊട്ടിക്കും, 1.5 മണിക്കൂറിനൊക്കെ പൊട്ടിക്കും. അപ്പോൾ ചിക്കൻ്റെ വേവ് കറക്റ്റ് ആവില്ല. പത്തല്ല ഇനി 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ ശേഷം പൊട്ടിക്കുക. അപ്പോൾ നമ്മൾ ഈ മന്തി പൊട്ടിക്കാനായിട്ടാണ് ഇപ്പോൾ 2 മണിക്കൂറോളമായി. അപ്പോൾ നമ്മൾ മന്തി പൊട്ടിക്കുകയാണ്. ചോട്ടു പിടിച്ചോളി, നമ്മുടെ അസിസ്റ്റൻറ്റ് ചോട്ടും കൂടെ ഉണ്ട് കൂടെ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുകയാണ്. ഇനി റൈസ് എടുക്കാം. മന്തിയൊക്കെ പൊട്ടിച്ച് ഇനി അതിൻ്റെ മേളിലത്തെ റൈസ് നമുക്ക് കുറച്ച് വടിച്ച് മാറ്റാം. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. വേറെ ചെമ്പിലേക്ക് മറിക്കുമ്പോഴേ അതാകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡിൽ മാത്രം ഈ ഇതിൻ്റെ മസാല ഇതായിട്ട് കിടക്കും. ഇതാകുമ്പോൾ എല്ലാ റൈസിലും കയറി പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് റൈസൊന്ന് ചട്ടൊക്കെ വെച്ചൊന്ന് മറിക്കുക. അടി മുകളിൽ നന്നായിട്ട് അടിയിൽ മുട്ടിച്ചുകൊണ്ട് മറിക്കുക. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഹാളുണ്ട്. ഒരു 150 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഹാളാണിത്. അപ്പോൾ നിങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ അതുപോലെ തന്നെ എന്തെങ്കിലും കുടുംബ സംഗമങ്ങളോ അതുപോലെ ഇഫ്താർ പാർട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഇവിടെ നേരത്തെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇവരത് റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ മന്തി കഴിക്കാനുള്ള പരിപാടിയുണ്ട്. മന്തിയുടെ ഒപ്പം ചട്നി ഉണ്ട്, മയോണൈസ് ഉണ്ട്, സാലഡുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒരു ലെഗ് പീസാണ് കിട്ടിയത്. പയ്യെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈസ് നല്ല സോഫ്റ്റാണ് കേട്ടോ, തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതെ, നല്ല ചൂടുണ്ട്. അപ്പോൾ റെഡിയായി കിട്ടിയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എന്തായാലും നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അൽ ഇബ്രാഹിമി, ഇത് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല അരൂക്കുറ്റി റൂട്ടിലാണ്, വടുതലയിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറുക. ഇനി വടുതലയിലുള്ള ആൾക്കാരാണെങ്കിലും അരൂക്കുറ്റിയിലുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ വന്ന് കഴിച്ചിട്ടില്ല എങ്കിൽ ഒരു വട്ടം വന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. അഭിപ്രായം നമ്മുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.